നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ വരണമേ കർത്താവേ. നിൻ്റെ കൃപയാൽ കർത്താവേ, ദൈവത്തിൻ്റെ വചനങ്ങൾ സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമേ. നീ വാക്കുകളെ തരണം. ആഴമായ ആശയ തലങ്ങളിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ശ്രോതാക്കളിലും കർത്താവെ വചനം സ്പർശിച്ച് ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാക്കി യേശു കർത്താവിനെ രക്ഷകനായി വിശ്വസിച്ച് നിൻ്റെ പാദത്തെങ്കിലേക്ക് അണയാൻ, രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ നമുക്കിന്ന് ആരംഭിക്കാം. 12 ഞാൻ വായിക്കുന്നു. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന് ചില കാര്യങ്ങളൊക്കെയും സംഭവിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. ഏതിനെ പ്രതി? സുവിശേഷത്തെ പ്രതി. ജീവിതത്തിൽ പല കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയും സഹിക്കേണ്ടി വന്നു. പക്ഷേ അതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. അത് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. പൗലോസ് സുവിശേഷ വേലയിൽ ബന്ധനസ്ഥനായി. അതെല്ലാം ഈ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായല്ലോ. അതിൽ പൗലോസിന് സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അല്ല, യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നതല്ല. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പൗലോസിനെ ഉണ്ടായ ചില പീഡനങ്ങൾ, അതാണ് പൗലോസ് ഒന്ന് സൂചിപ്പിക്കുന്നത്. ആ പീഡനങ്ങളെക്കുറിച്ച്, ഏതൊക്കെ പീഡനങ്ങളാണ് സഹിച്ചത് എന്ന് നമുക്ക് ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. പൗലോസിനെ വധിക്കാൻ തന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പൗലോസിൻ്റെ മാനസാന്തരത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. നേരത്തെ ക്രിസ്തീയ വിശ്വാസത്തെ, ആ മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുകയും ക്രിസ്തീയ വിശ്വാസികളെ കൊന്നെടുക്കേണ്ടി വന്നാൽ കൊന്നെടുക്കുകയും ചെയ്യാൻ തയ്യാറായി നിന്ന പൗലോസാണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ അവന് ദർശനം ഉണ്ടായപ്പോൾ അവന് മനസ്സിലായി യേശു കർത്താവ് സത്യമായിട്ടും ദൈവപുത്രനാണ്. ആ കാര്യം സിനഗോഗിൽ കയറി ധൈര്യസമേതം പ്രസംഗിക്കുവാൻ പൗലോസിന് താല്പര്യമുണ്ടായി. അത് അങ്ങനെ പ്രസംഗിച്ചു. വിശ്വാസം ഏറ്റിട്ട് സ്വീകരിച്ചിട്ട് അത് പ്രഘോഷിക്കേണ്ടതാണ്. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. പൗലോസിനെ പ്രത്യേകം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ യേശു കർത്താവാണ് സത്യമായും ദൈവപുത്രൻ എന്ന് പൗലോസ് സിനഗോഗുകളിൽ പ്രസംഗിച്ചു. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. നമ്മളും യേശു കർത്താവിനെ പ്രഘോഷിക്കണം. പൗലോസ് ദമാസ്കസിലുള്ള യഹൂദന്മാരെ വാക്കുമുട്ടിച്ചു, ഉത്തരമുട്ടിച്ചു. കാരണം പൗലോസിന് നല്ല പഠനവും ജ്ഞാനവും ഒക്കെ ഉണ്ട്. തർക്കിക്കാൻ വന്നാൽ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവകൃപയാൽ പൗലോസിന് അറിവുണ്ട്. പൗലോസ് അതിനെല്ലാം മറുപടി പറഞ്ഞ് തർക്കിക്കുന്നവരെയൊക്കെ ഉത്തരം മുട്ടിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 9:23 നാം വായിക്കുന്നു, കുറേ കഴിഞ്ഞപ്പോൾ
അവനെ വധിക്കാൻ യഹൂദർ ഗൂഢാലോചന നടത്തി. അത് സൗളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിൽ ഇരുത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. സത്യം പറഞ്ഞ് ഞാൻ അത് കേൾക്കുന്നവർക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. ഈ പറയുന്ന കേട്ടിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്ന് യുക്തിപൂർവ്വം ചിന്തിക്കാമല്ലോ. ലേഖനങ്ങളിൽ, വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് മറിച്ച് നോക്കാമല്ലോ. വിശുദ്ധ ലിഖിതങ്ങളൊക്കെ അറിയാവുന്ന യഹൂദരോടാണ് പൗലോസ് പ്രസംഗിച്ചത്. അവർക്ക് ഒരു ഉത്തരം പറയാനില്ലായിരുന്നു. അതാണ് ഉത്തരം മുട്ടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി, അവർക്ക് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഈ പൗലോസിനെ അങ്ങ് കൊന്നുകളയുന്നതാണ് നല്ലതെന്ന് ഒരു ചിന്ത വന്നു. അങ്ങനെയല്ലല്ലോ നമ്മളാരും ചെയ്യേണ്ടത്. നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. അല്ല, നമ്മൾ പഠിക്കുമ്പോഴും എതിർകക്ഷി പറയുന്നതാണ് ശരിയെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? അതിവർ ചെയ്യുന്നില്ല. പൗലോസിനെ കൊന്നുകളയാം എന്നവർ വിചാരിച്ചു. അതിന് കവാടങ്ങളിലെല്ലാം രാത്രിയിലൊക്കെ പകലും ആൾക്കാരെ നിർത്തിയിരിക്കുക, അതിനെക്കൂടെ ഇറങ്ങിപ്പോകുന്നോ എന്നറിയാൻ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ബുദ്ധി ശിഷ്യന്മാരിൽ പ്രവർത്തിച്ച് രാത്രിയിൽ പൗലോസിനെ ഒരു കൊട്ടയിലോട്ട് ഇരുത്തി മതിലിൻ്റെ പുറത്തുകൂടെ അപ്പുറത്തോട്ടങ്ങ് ഇറക്കി. അങ്ങനെയാണ് ആ പ്രാവശ്യം രക്ഷപ്പെട്ടത്. ഇനിയും രണ്ടാമതൊരു സംഭവമുള്ളത് പൗലോസ് അന്ത്യോക്യയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ്. പൗലോസ് അന്ത്യോക്യയിൽ സിനഗോഗിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ശാബ്ദത്തിലും വിവരിക്കണമെന്ന് ജനം ആവശ്യപ്പെട്ടു. അന്ത്യോക്യയിൽ ചെന്ന് പൗലോസ് പ്രസംഗിച്ചു. ആൾക്കാർക്ക് വളരെ ഇഷ്ടമായി. കാര്യം വെറുതെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ അല്ല, പൗലോസ് ആധികാരികമായിട്ട് പറയാൻ പൗലോസിന് പരിശുദ്ധാത്മാവിന് നിറവാൽ കഴിഞ്ഞു. അതുകൊണ്ട് ഈ വചനം കേൾക്കണമെന്ന് ജനങ്ങൾക്ക് വീണ്ടും ആഗ്രഹം, കുറച്ചുകൂടെയും വിശദമായിട്ട് അത് കേൾക്കണം, അടുത്ത ശാബ്ദത്തിലും വരണേ എന്നവർ അപേക്ഷിച്ചു. പൗലോസ് പറഞ്ഞു വരാം. അടുത്ത ശാബ്ദത്തിൽ ചെന്നപ്പോൾ നഗരവാസികളെല്ലാം സമ്മേളിച്ചു. അപ്പോൾ ആദ്യത്തെ ആഴ്ച വരാഞ്ഞ ആൾക്കാർ പോലും പിന്നത്തെ ആഴ്ചയിൽ അങ്ങ് സമ്മേളിച്ചു. എല്ലാവർക്കും ഇത് കേൾക്കണം. യഹൂദർക്ക് അസൂയയുണ്ടായി. പ്രസംഗം കേൾക്കാൻ ധാരാളം ആളുകൾ, നഗരവാസികളെല്ലാം അങ്ങ് തടിച്ചുകൂടിയപ്പോൾ അവർക്ക്, യഹൂദർക്ക് അസൂയയുണ്ടായി. സത്യം ഏതാണെന്ന് മനസ്സിലാക്കാനല്ല അവരുടെ ചിന്ത. അവരുടെ ഹൃദയത്തെ ഭരിച്ചത് അസൂയയാണ്. അവർ ഭക്തസ്ത്രീകളെയും പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബാർണബാസിനും എതിരായി പീഡനം ഇളക്കി വിട്ടു. എന്താ ചെയ്യേണ്ടത്? പീഡനം ഇളക്കി വിടണമെന്ന് അവർ വിചാരിക്കുന്നത്. വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ഭക്തരായ ചില സ്ത്രീകളുണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ ഭക്തരാ, പക്ഷേ ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങ് ചെയ്യും. അങ്ങനത്തെ സ്ത്രീകളാണ്. ഭക്തസ്ത്രീകളും പ്രമാണികളും ഒക്കെ വന്ന് ഒരു പീഡനം ഇളക്കാൻ പോവുകയാണ്. പൗലോസിനും, ബാർണബാസ് പൗലോസിൻ്റെ സഹപ്രവർത്തകനാണ്, വലിയ പ്രാസംഗികനാണ്, അറിവുള്ളവനാണ്, യഹൂദനാണ്, അദ്ദേഹം നല്ല പ്രാസംഗികൻ തന്നെ. പൗലോസിനും ബാർണബാസിനും എതിരായിട്ട് അവരൊരു പീഡനം ഇളക്കി വിട്ടു. അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഉണ്ടോ? അന്ത്യോക്യയിൽ സുവിശേഷം അറിയിക്കാൻ ചെന്നതാണ്. ആൾക്കാർക്ക് വേണ്ട, ആൾക്കാർക്ക് വേണമായിരുന്നു, പക്ഷേ ഈ പ്രമാണികൾക്ക് വേണ്ട. പൗലോസിനെ അവരെ ഇറക്കി വിട്ടു. നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മളൊരാളോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർക്ക് അത് കേട്ടതിൻ്റെ അത് സത്യം മനസ്സിലാക്കേണ്ടതിന് പകരം അസൂയയുണ്ടായിട്ട് വേണ്ട, ഇനിയും വേണ്ട, നാളെ മുതൽ വരണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു വിടും ചിലർ. അങ്ങനെ സംഭവങ്ങൾ വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:51 പൗലോസ് എന്താ ചെയ്തതെന്ന് എഴുതിയിരിക്കുന്നു. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി.
യേശു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്വീകരിക്കാതെ അവർക്കുടെ എതിര് പിടിക്കുമ്പോൾ തിരിച്ച് എതിര് കാണിക്കുകയല്ല, ഇങ്ങനെ പോന്നാൽ മതി സമാധാനമായിട്ട്. പോരുമ്പോൾ ഒരു കാര്യം ചെയ്തോളാൻ പറഞ്ഞു, നിങ്ങളുടെ കാലിൽ പൊടി പറ്റിയിട്ടുണ്ടായിരിക്കും, അതങ്ങ് തട്ടിക്കളഞ്ഞിട്ടിങ്ങ് പോരാ എന്നാ യേശു പറഞ്ഞിട്ടുണ്ട്. പൗലോസും ബാർണബാസ് അങ്ങനെ ചെയ്തു. ശിക്ഷയുടെ ഒരു നാളുണ്ട്, അന്നത് അവരനുഭവിച്ചോളൂ എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ പൗലോസും ബാർണബാസും അന്ത്യോഖ്യയിൽ നിന്ന് പോയി. അവർ പോയത് ഇക്കോണിയത്തിൽ വെച്ചാണ്. അപ്പോൾ ഇക്കോണിയത്തിൽ ചെന്നപ്പോൾ ചില സംഭവങ്ങളുണ്ടാകുന്നു. അന്ത്യോഖ്യയിൽ നിന്ന് പോയ പൗലോസും ബാർണബാസും ഇക്കോണിയത്തിൽ ചെന്ന് സിനഗോഗിൽ പ്രസംഗിച്ചു. ആദ്യം സിനഗോഗിലാണ് പ്രസംഗിക്കുന്ന. കാര്യം ആദ്യം അവർക്കല്ലേ എൻ്റെ പശ്ചാത്തലം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് സിനഗോഗിൽ യഹൂദന്മാരോട് ആദ്യം പ്രസംഗിക്കുന്നത്, പിന്നെ വിജാതിയരോടും പ്രസംഗിക്കും. അങ്ങനെയാണ് പൗലോസിൻ്റെ ഒരു പ്രവർത്തന ശൈലി. വിശ്വസിക്കാതിരുന്ന യഹൂദർ വിജാതിയരെ ഇളക്കി വിട്ടു. അപ്പോൾ ചില യഹൂദർക്ക് അത് വിശ്വാസം വരുന്നില്ല. അവർ വഴക്കുണ്ടാക്കാനായിട്ട് വിജാതിയരെ കൂടെ കൂട്ടുപിടിച്ച് ഇളക്കി വിട്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 14:5, 6, 7 വാക്യങ്ങൾ. അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതിയരുടെയും യഹൂദന്മാരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തിൽ നിന്ന് ഉണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയൻ നഗരങ്ങളായ ലിസ്രായിലേക്കും ദർബായിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. ലിസ്രായിലോട്ട് ഒരു പ്രധാന സ്ഥലമാണ്, അവിടേക്ക് ദർബ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ അവരങ്ങ് പോയി. അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചു. പോവുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാനല്ല, സുവിശേഷം പ്രസംഗിച്ചു. അവിടെ വെച്ചൊരു സംഭവം നടന്നു. ലിസ്രായിൽ വെച്ച് നടക്കുന്ന സംഭവം. ലിസ്രായിൽ വെച്ച് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ പൗലോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടേയിരിക്കുക, ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് അവൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പൗലോസിന് മനസ്സിലായി, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആ കാലിന് സ്വാധീനമില്ലാത്ത ആ മനുഷ്യന് വിശ്വാസത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന് മനസ്സിലായി. അയാൾ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയുമാണ്. പൗലോസ് അവനെ അങ്ങ് സൗഖ്യമാക്കി. അപ്പോസ്തലപ്രവൃത്തികൾ 4:19 പറയുന്നു, അന്ത്യോക്യയിൽ നിന്ന് ഇക്കോണിയത്തിൽ നിന്നും പൗലോസിന് അവിടെ ചെല്ല എതിരുണ്ടായിരുന്നല്ലോ, അവിടുന്ന് കുറച്ച് പേര് ഇങ്ങ് വന്നിരിക്കുന്നു ലിസ്രായിൽ. അവർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിപ്പിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ശവശരീരമാണെന്നാണ് വിചാരിച്ചത്. വലിച്ചുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് പോയി. എന്നാൽ ശിഷ്യന്മാരൊക്കെ ചുറ്റും കൂടിയപ്പോൾ മറ്റൊരങ്ങ് വിട്ടു. അവർക്ക് മനസ്സിലായി മരിച്ചിട്ടില്ല എന്ന്. അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ പ്രവേശിച്ചു. ഉണ്ടോ, കല്ലെറിയുകയാണ്. മരിച്ചെന്ന് വരെ ആകത്തക്കമുള്ള സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെ പൗലോസ് പോയ ആ സ്ഥലം ഫിലിപ്പിയയിലോട്ട് പോയി. അവിടെ വെച്ചും ചില സംഭവം ഉണ്ടാകുന്നു. ഫിലിപ്പിയയിൽ വെച്ച് സംഭവിച്ച കാര്യം, പൗലോസിൻ്റെ സഹപ്രവർത്തകൻ, പൗലോസിനോടുള്ള ശിഷ്യൻ സീലാസ് ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്കാണ് പോയത്. സിനഗോഗെന്ന് എഴുതാതെ പ്രാർത്ഥനാ കേന്ദ്രം എന്ന് എഴുതുന്നതിന് കാരണമുണ്ട്. ഈ ഫിലിപ്പിയയിൽ യഹൂദന്മാർ അധികം ഇല്ലായിരുന്നു. 1-2 പേരൊക്കെ ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ അവരൊരു സിനഗോഗ് പണിത് അങ്ങനെ കയറുകയുള്ളൂ. അപ്പോൾ സിനഗോഗ് പണിയത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഇല്ലാഞ്ഞത് കൊണ്ടാണ് അവരവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഒരു നദിയുടെ തീരത്ത്. അതുകൊണ്ടാണ്
സിനഗോഗ് എന്ന് പറയാതെ പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് മതത്തിൽപ്പെട്ട ചില ആൾക്കാർ ഈ നദിയുടെ തീരത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ അവിടെ വന്ന് ഇരിക്കുമായിരിക്കാം. ഏതായാലും ആ സ്ഥലം പ്രാർത്ഥനാ കേന്ദ്രമെന്ന് അറിയുന്നത്. പൗലോസ് അങ്ങോട്ട് പോയി. ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയിൽ നിന്ന് ആത്മാവിനെ പൗലോസ് പുറത്താക്കി. ഒരു അടിമ പെൺകുട്ടി ഒരു യജമാൻ്റെ അടിമയാണ്. അതിൻ്റെ പ്രത്യേകത, അതിന് ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിട്ടുണ്ട്. അശുദ്ധാത്മാവിൻ്റെയും ഭാവി പറയിപ്പിക്കും. അപ്പോൾ ആൾക്കാരുടെ ഭാവി പറയാൻ കേൾക്കാൻ ഇങ്ങനെ ആൾക്കാർക്കങ്ങ് ഇഷ്ടമാണ്. ഫിലിപ്പീനിലെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഭാരതത്തിലും അങ്ങനെ, നമ്മുടെ നാട്ടിലും അങ്ങനെ. ആരുടെ എങ്കിലും മുമ്പിൽ കൊണ്ടുപോയി കൈ കാണിച്ചിട്ട് എൻ്റെ ഭാവി എന്തുവാന്ന് പറയിപ്പിക്കും. പൈസ കിട്ടുന്ന പണിയായതുകൊണ്ട് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭാവിയാണെന്നും പറഞ്ഞങ്ങ് പറഞ്ഞു വിടും. നമ്മുടെ നാട്ടിലെ വലിയ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നാണ് ഈ ഭാവി കയ്യെ നോക്കി പറയിപ്പിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പത്തയും കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന, ചീട്ടെടുത്ത് പറയുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എല്ലാം ദൈവവിശ്വാസത്തിനെതിരാണെന്ന് ഓർത്തോണം. അപ്പോൾ ഈ അടിമ പെൺകുട്ടി ഇങ്ങനെ ഭാവി പറയുമ്പോൾ പണം കിട്ടും. ആർക്കാണ്? യജമാനന്മാർക്കാണ് കിട്ടുന്നത് പണം. അപ്പോൾ പൗലോസ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കി. അപ്പോൾ പിന്നെ ഭാവി പറയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ യജമാനന്മാരുടെ ആദായം ഇല്ലാതായി പോകുമല്ലോ. യജമാനന്മാർക്ക് അതൊരു ആദായമാർഗമായിരുന്നു. അവർ പൗലോസിനെയും സീലാസിനെയും പിടികൂടി പൊതുസ്ഥലത്ത് അധികാരികളുടെ സമീപത്ത് കൊണ്ടുവന്നു. പബ്ലിക് പ്ലേസ് ഉണ്ട്, അധികാരികൾ അവിടെ ഇരിക്കുകയാണ്, വിസ്തരിക്കാനും ന്യായം വിധിക്കാനുമായിട്ടൊക്കെ അവിടെ കൊണ്ടുചെന്നു. അവർക്ക് പറഞ്ഞ കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫിലിപ്പി പ്രദേശമാണ്, റോമിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അപ്പം ഇവർ എന്ന് പറയുന്നത് റോമാക്കാരുടേതല്ലാത്ത മറ്റ് ആചാരങ്ങൾ ഇവർ പ്രസംഗിക്കുന്നു. അപ്പോൾ റോമൻ അധികാരികൾക്ക് അതൊരു വലിയ ഇതാകും, എന്തെങ്കിലും അന്വേഷിക്കണമെന്ന് തോന്നും. കാര്യം റോമക്കാരുടെ പ്രദേശമാണല്ലോ. റോമൻ ആചാരമല്ലാത്ത മറ്റ് ചില കാര്യങ്ങളൊക്കെയാണ്, ചില ആചാരക്രമങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ വന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് കുറ്റം ചുമത്തി. അപ്പോസ്തലപ്രവൃത്തികൾ 16:22-23 വാക്യങ്ങൾ പറയുന്നു. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായിട്ട് ഇളകി. ന്യായാധിപനൊരു കാര്യം പറഞ്ഞു, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന കൊടുത്തു. പ്രഹരിക്കുമ്പോൾ വസ്ത്രങ്ങളൊക്കെ മാറ്റി വേണം. അത് ന്യായാധിപന്മാർ അതിന് കൽപ്പനയും കൊടുത്തു അങ്ങനെ ചെയ്യാൻ. അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. കാരാഗ്രഹത്തിലാക്കി ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാനും പറഞ്ഞു. ഇനിയും അക്കായിയ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി അവിടെ വെച്ചുണ്ടായ അനുഭവമാണ് പറയുന്നത്. അവിടുത്തെ ആൾക്കാർ പൗലോസിനെ എതിരായ ചുമത്തിയ കുറ്റമെന്ന് പറയുന്നത് ദൈവാരാധന നടത്തുന്നത് നിയമപരമായ രീതിയിലല്ല. യഹൂദന്മാർ പൗലോസിനെതിരെ ആരോപണം നടത്തി. യഹൂദന്മാർക്ക് ആരാധനയുടെ അവർക്ക് ചില ക്രമങ്ങൾ, ബലിയർപ്പിക്കുന്നതിൽ കർമ്മങ്ങൾ, അവരുടെ ആരോപണം പൗലോസ് എന്ന് പറയുമ്പോൾ ആ ക്രമമനുസരിച്ചല്ല, നിയമപരമായ രീതിയിലല്ല പൗലോസ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ ആരാധനയുടെയും ക്രമം മാറിപ്പോയി എന്നാണ്. ആരാധനയുടെ ക്രമം മാറിപ്പോയി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ എന്തൊരു ബഹളം ചില പല ഭാഗങ്ങളിൽ നടക്കുന്നു. ഇങ്ങനല്ല അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം, ഇങ്ങനല്ല ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം എന്നും പറഞ്ഞ് അങ്ങോട്ടേക്കും അടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. പൗലോസിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം നടത്തിയപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 18:12-13 വാക്യങ്ങൾ പറയുകയാണ്. ഗാല്ലിയോ അക്കായിൽ ഉപസ്ഥാനപതി ആയിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം നടത്തി. അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതാണ് കുറ്റം. അങ്ങനെ ന്യായാധിപൻ്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടേണ്ടതായിട്ടൊക്കെ വന്നു. ഇനിയുണ്ടായ ഒരു സന്ദർഭം സ്വന്തം നാട് യെറുസലേമിൽ വെച്ചാണ്. ദേവാലയത്തിൽ വെച്ച്
യഹൂദര് പൗലോസിനെ പിടികൂടി. എന്നിട്ട് അവനിലൊരു ആരോപണം അങ്ങ് പറഞ്ഞു. 2 ആരോപണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും എതിരായി പഠിപ്പിക്കുന്നു. ജനത്തിനും നിയമത്തിനും, നിയമം എന്ന് പറഞ്ഞാൽ അവരുടെ നിയമങ്ങൾ, യഹൂദ നിയമങ്ങൾ, ഈ സ്ഥലത്തിനുമെതിരായിട്ട് പഠിപ്പിക്കുന്നു. വേറൊരു കുറ്റം, ഗ്രീക്കുകാരനായ ഒരാളെ, ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കയറ്റി. യഹൂദന്മാരുടെ ക്രമമനുസരിച്ച് വിജാതിരിയൊന്നും അവിടെ ദേവാലയത്തിൽ കയറ്റാൻ പാടില്ല. പൗലോസ് യഥാർത്ഥത്തിൽ ആരെയും കയറ്റിയില്ല, ഒരാളെ അവിടോട്ട് കയറ്റി. അത് യഥാർത്ഥത്തിൽ ഗ്രീക്കുകാരനല്ല, വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള യഹൂദൻ തന്നെയാണ്. പക്ഷേ ഗ്രീക്കുകാരനെ ദേവാലയത്തിൽ കയറ്റിയെന്നാണ് അവരുടെ ആരോപണം. അവർ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കയറ്റി നഗരം മൊത്തം അങ്ങ് പ്രക്ഷുബ്ധമായി. അവരുടെ ആചാരവും അവരുടെ ചിന്തയും അവരുടെ വിശ്വാസമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ പൗലോസ് ഏതാണ്ട് തെറ്റ് ചെയ്തു എന്നാണ് അവരൊക്കെ തോന്നുന്നത്. ജനം അങ്ങ് പ്രക്ഷുബ്ധമായിട്ട് പറയുകയാണ്. പൗലോസിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവരുടെ വിശ്വാസത്തിനെതിരായിട്ട് പറയുന്നത് കൊണ്ടാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്. അവർ കൊല്ലാൻ ശ്രമിച്ചു. സഹസ്രാധിപൻ യഥാസമയത്ത് ഇടപെട്ടത് കൊണ്ട് കൊല്ലുന്നില്ല, പൗലോസ് രക്ഷപ്പെട്ടു. പൗലോസിനെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. സഹസ്രാധിപൻ പറഞ്ഞു പാളയത്തിലോട്ട് കൊണ്ടുവന്നു. എന്താണെന്ന് അറിയട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 21:35 പറയുന്നു, ജനക്കൂട്ടത്തിൻ്റെ കയ്യേറ്റം നിമിത്തം പാളയത്തിൽ എന്നപ്പോഴും ജനക്കൂട്ടം അങ്ങ് കയ്യേറ്റം ചെയ്യുക. സഹസ്രാധിപനപ്പുറത്തുണ്ട്, അതൊന്നും ജനങ്ങൾ നോക്കുന്നില്ല. കയ്യേറ്റം ചെയ്യാൻ ആൾക്കാരങ്ങ് തുനിഞ്ഞു. അതുകൊണ്ട് പടയാളികൾ അവനെ എടുത്തുകൊണ്ടാണ് അവിടെ വരെ ചെന്നത് തന്നെ. അങ്ങനത്തെ അനുഭവം ഉണ്ടാകേണ്ടി വന്നു. ആ പാളയത്തിൽ വെച്ച് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ചില അനുഭവങ്ങൾ പൗലോസിനുണ്ടായി. പാളയത്തിൽ എത്തിയപ്പോൾ യഹൂദരോട് സംസാരിക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. നിങ്ങൾ യഹൂദരോട് സംസാരിക്കാൻ പറഞ്ഞു. എന്താണ് പ്രശ്നം? തൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവം പൗലോസ് വിശദീകരിച്ചു. വിജാതിരുടെ അപ്പോസ്തലനായി തന്നെ ദൈവം യേശുക്രിസ്തു നിയമിച്ചിരിക്കുകയാണ് എന്ന് പൗലോസ് പറഞ്ഞു. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗലോസിനൊരു ദൈവാനുഭൂതി ഉണ്ടായി. അതും പൗലോസ് അങ്ങ് പറഞ്ഞു, എനിക്കിങ്ങനൊരു അനുഭൂതി ഉണ്ടായി. ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച്, നീ പോയി ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പ്രസംഗിക്ക്, വിജാതിയുടെ സുവിശേഷം കേൾക്കട്ടെ, അതിനുവേണ്ടി നിയമിച്ചു. ഒരു ദിവ്യ അനുഭൂതി പൗലോസിനുണ്ടായിരുന്നു. അതും വിശദീകരിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായത്തിലെ 22-ാം വാക്യം പറയുന്നു, ഇത്രയും പറയുന്നതുവരെ അവർ അവനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. ദൈവിക കാര്യങ്ങൾ പ്രസംഗിച്ച ഈ മനുഷ്യനെക്കുറിച്ച് അവർ പറയുന്നു, ഈ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല, അവനെ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. ദൈവമായിട്ട് ഇത്ര അടുപ്പമുള്ള ആളാണെങ്കിൽ ദൈവത്തിനടുത്തോട്ട് അങ്ങോട്ടെ എന്നുള്ള വ്യാഖ്യാനം അവർ പറയുന്നത്. ഭൂമിയിലെ ഈ രീതി അനുസരിച്ച് ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ യോഗ്യനല്ല, കൊന്നേക്കാനാണ് പറഞ്ഞത്. ഏതായാലും രക്ഷപ്പെട്ടു. കാര്യം ദൈവത്തിന് എല്ലാത്തിനും ഒരു നിശ്ചിത സമയമുണ്ട്, അതനുസരിച്ച് എന്താന്നേലും സംഭവിക്കത്തുള്ളൂ. വേറൊരു സംഭവം ഉണ്ടായത്, ആലോചനാ സംഘത്തിൻ്റെ മുമ്പിൽ പൗലോസിനെ നിൽക്കേണ്ടി വന്നു. പൗലോസ് ആലോചനാ സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഞാൻ എന്തിനാ വിചാരണ ചെയ്യപ്പെടുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രത്യാശ, അതായിരുന്നു എൻ്റെ സബ്ജക്റ്റ് ഓഫ് ടോക്ക്. ഞാൻ സംസാരിച്ച വിഷയം അതാണ്. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. ഞാനിപ്പോൾ വിചാരണ ചെയ്യപ്പെടുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 23:10 പറയുന്നു, തർക്കം മൂർച്ഛിച്ചു. അപ്പോൾ യഹൂദന്മാരുടെ തന്നെ പുനരുത്ഥാനത്തിൽ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരുമുണ്ട്. സദൂക്കായ വിഭാഗം ഈ പുനരുത്ഥാനം ഉണ്ടെന്നൊന്നും കരുതുന്നില്ല.
എന്നാൽ പരീക്ഷ വിഭാഗം അത് കഴുതുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു വിഭജനം, ഒരു ഡിവിഷൻ ഉണ്ടായി ജനങ്ങളുടെ ഇടയിൽ. പൗലോസിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവർ രണ്ടായിട്ട് പിരിയാനിടയായി. പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. ജനങ്ങളുടെ ഈ ബഹളം പൗലോസിനെ പിടിച്ച് വലിച്ചു കീറി കളയുമോ? രണ്ടഭിപ്രായക്കാരാണല്ലോ, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അല്ലോ കീറിപ്പോവും. സോളമൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഏതമ്മയ്ക്കുള്ളതാണ് തീരുമാനിക്കാൻ നേരത്തെ സോളമൻ പറഞ്ഞില്ലേ, കുഞ്ഞിനെ രണ്ടായിട്ടങ്ങ് മുറിച്ച് ഓരോരുത്തർക്കും ഓരോ വീതം കൊടുത്തേക്കാൻ. യഥാർത്ഥ അമ്മ കരഞ്ഞുപോയി. ഇങ്ങനെയാണ് യഥാർത്ഥ അമ്മ ഏതാണെന്ന് മനസ്സിലായത്. രണ്ടുപേർക്കും കൊടുത്തരെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം ഒതുക്കാനൊത്തു. അതാണ് ഇവിടെ പൗലോസിനെ അവരെ പിടിച്ച് കീറിക്കളയുമോ എന്ന് സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. ഇവിടെ നിർത്തണ്ട, പാളയത്തിലോട്ട് കൊണ്ടുവരെ ഭടന്മാരോട് പറഞ്ഞു, പൗലോസിനെ അങ്ങോട്ടും കൊണ്ടുപോകും. ഇതെല്ലാം പൗലോസിന് വന്ന സുവിശേഷ വേലയെക്കുറിച്ച്, ക്രിസ്തുവിനെ പ്രതി പൗലോസിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ ഒരു ചെറിയ ചിത്രമാണ്. പൗലോസിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ പൗലോസ് പറയുകയാണ്, അവരെക്കാൾ മറ്റപ്പോസ്തലന്മാരെക്കാളാണ് വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 40 അടി ഒന്നിച്ച് അതിൽ കൂടി പോകരുതെന്നൊക്കെ ഉണ്ട്. അടിക്കുന്നവർക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് അവർ 39 എണ്ണി നിർത്തും. അതുകൊണ്ടാണ് 1 കുറവെ, 40-ന് 1 കുറവെ, 39 അടിക്കുമ്പോൾ അവർ എണ്ണി 39 എന്ന് പറയുമ്പോൾ നിർത്തും. ഞാൻ അങ്ങനെ അടി കൊണ്ടു. 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽ ഉൾപ്പെട്ടുപോയി. ഒരു രാത്രി ഒരു പകലും വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടന്നു. ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ചു പോയി. പൗലോസ് സംശയിക്കത്തില്ല. പൗലോസിന് കർത്താവായ യേശുവിലുള്ള സംരക്ഷണം പൗലോസിനുണ്ട്, അറിയാം. പക്ഷേ പൗലോസിൻ്റെ കാര്യം നമ്മളോട് പറയുന്നു, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് പൗലോസ് പറയുന്നു. അതാണ് പ്രധാനം. സുവിശേഷത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നത് നാം ശ്രദ്ധാപൂർവ്വം കേൾക്കണം. സുവിശേഷം പ്രസംഗിക്കുക എന്നത് ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് തന്നെയാണെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുവിശേഷത്തെ കൃപയുടെ സുവിശേഷം എന്നും പൗലോസ് പറയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 20-ന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ, എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല, എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ എഫെസോസിലാണ് ഞാൻ സഞ്ചരിച്ചു. സുവിശേഷത്തെ കൃപയുടെ സുവിശേഷം എന്നും വിശേഷിപ്പിക്കുന്നത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, അത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ് രക്ഷ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ കൃപയുടെ സുവിശേഷം എന്ന് പൗലോസ് എടുത്തു പറയുന്നത്. അത് പ്രവൃത്തികളുടെ ഫലം അല്ലാത്തത് കൊണ്ട് ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. നാം പ്രാപിക്കുന്നത് ദൈവരാജ്യത്തിൽ നിത്യജീവനാണെന്നുള്ളത് കൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് പറയുന്നത്. ഈ ദൗത്യം ഒരു ഓട്ടം പൂർത്തിയാക്കലാണ്. ഈ ലോകത്തിലെ ജീവനെ കാര്യമായിട്ടൊന്നും പരിഗണിക്കുന്നില്ല. സുവിശേഷത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പൗലോസിനെ പോലെ നാമും അതിന് തയ്യാറാകണം. ജീവൻ കൊടുക്കേണ്ടി വന്നാലും സുവിശേഷത്തിന് വേണ്ടി നാം അതിന് തയ്യാറാകണം.
യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് മത്തായി ഒരു വാചകം എഴുതിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് മത്തായി അപ്പോസ്തലൻ യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മത്തായി 4:23 അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുതൽ ചുറ്റി സഞ്ചരിച്ചു. സുവിശേഷ പ്രഘോഷണത്തെപ്പറ്റി പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ രഹസ്യം, സുവിശേഷ രഹസ്യം എന്നീ പ്രകാരം പൗലോസ് എഫേസസ് ലേഖനത്തിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നു. സുവിശേഷ ദൗത്യം, സുവിശേഷത്തിൻ്റെ രഹസ്യം, സുവിശേഷ രഹസ്യം. എഫേസസ് 6:19-20 ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. സുവിശേഷത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് സുവിശേഷ രഹസ്യം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ചില വെളിപ്പെടുത്തലുകൾ ദൈവം തന്നെ തരും. അപ്പം ദൈവത്തെ സംബന്ധിച്ച ദൈവിക രഹസ്യങ്ങളാണ്, നമുക്കത് വെളിപ്പെടുത്തി തന്നു. വെളിപ്പെടുത്തപ്പെട്ട ചില രഹസ്യങ്ങളുണ്ട് ബൈബിളിൽ. നമുക്ക് 1-2 ചിന്തിക്കാം. ഒന്ന്, ദുഷ്ടൻ്റെ അഭിവൃദ്ധിയെ സംബന്ധിച്ച് ബൈബിളിൽ ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. ജെറമ്യ 12:1 കർത്താവേ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ, എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട്? ജെറമ്യ ദൈവത്തോട് ചോദിക്കുക. വേറൊരു രഹസ്യം നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ആത്മാവിൽ നിന്നുള്ള ഒരു ജനനത്തെ സംബന്ധിച്ച് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 3:8 കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ലോകത്തിലെ ഒരു കാറ്റിനെ കമ്പയർ ചെയ്ത് നിക്കോദിമോസിനോട് ആത്മീയ ജീവൻ, ആത്മീയ കാറ്റ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് നീ അറിയുന്നില്ലല്ലോ. റൂഹ എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന റൂഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കാറ്റെന്നാണ്. അപ്പം യേശു അത് രണ്ടും കൂടി ചേർത്ത് ഇവിടെ അവതരിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നാം കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നാം ശക്തി പ്രാപിക്കും. ഇനി ദൈവിക പരിപാലനയെ സംബന്ധിച്ച ചില രഹസ്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. റോമർ 11:33, 34, 35 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്? അവിടത്തേക്ക് ഉപദേഷ്ടാവായിരുന്നവനാര്? തിരിച്ചു കിട്ടുന്നതിനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്, അവിടുത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഭാവി ജീവിതത്തെക്കുറിച്ച് ദൈവം യേശു കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി. 1 കൊരിന്ത്യർ 15:51 വാക്യം, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. ക്രിസ്തു സഭയും തമ്മിലൊരു ബന്ധമുണ്ട്. അത് യേശു തന്നെ വെളിപ്പെടുത്തിയതാണ്. എഫേസസ് 5:31-32 ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം അത് വലിയ ഒരു രഹസ്യമായ ഒരു കാര്യമാണ്. 1 തിമോത്തിയോസ് 3:16 നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് ദൃശ്യനായി, ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു. മഹത്വത്തിലേക്ക് അവൻ
സംവഹിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ക്രിസ്തീയ മതത്തിൻ്റെ രഹസ്യം. കഷ്ടം സഹിക്കുന്നതിനെ സംബന്ധിച്ചും ഒരു വാചകം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, എബ്രായർ 12:11. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച് ചില മർമ്മങ്ങളുണ്ട് ബൈബിളിൽ, അതുകൊണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ക്രിസ്തു യുഗയുഗാന്തരങ്ങളായി മറിഞ്ഞിരുന്ന രഹസ്യമാണ്. റോമർ 16:25-26. എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 2:7 പൗലോസ് പറയുന്നു, രഹസ്യവും നിഗൂഢവുമായ ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. പിതാവായ ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി. എഫെസ്യർ 1:9 ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. വേറൊരു കാര്യം, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതരുടെ ഇടയിൽ ശ്രേഷ്ഠമാണ്. കൊളോസോസ് 1:27 പറയുന്നു, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ ഒരു രഹസ്യമാണ്. പൗലോസ് പറയുന്നത് നമ്മളോട്, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എവിടെ ഉണ്ട്? നിങ്ങളിലുണ്ട്. ഇതൊരു രഹസ്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രഹസ്യമാണ്. കൊളോസോസ് 2:2 പറയുന്നു, സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പൂർണ്ണമായൊരു അറിവ് ലഭിക്കണം. പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് കഷ്ടപ്പെട്ട് ഇതെല്ലാം പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഇനി സുവിശേഷത്തെ സംബന്ധിച്ച് ചില പ്രവചനങ്ങൾ തന്നെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ചിലത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും അന്ത്യം വരിക. മത്തായിയുടെ 24:14 പറയുന്നു, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. അന്ത്യമാഗതമാകുന്നത് എപ്പോഴാണെന്ന് ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെട്ടതിന് ശേഷം അന്ത്യം ആഗതമാകും. വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്നാണ് പുറപ്പെടുന്നത്. യെശയ്യാ 2:3 പറയുന്നു, അനേകം ജനതകൾ പറയും, വരുവീൻ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. നമുക്കറിയാമല്ലോ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ ആ വചനം അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ടെല്ലാം വരികയാണ്.
വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. യെശയ്യാ 29:18-19 വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ച് കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രയേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മൾ സദ്വാർത്ത അറിയിക്കാൻ ചുമതലപ്പെട്ടവരാണല്ലോ. നമ്മുടെ പാദങ്ങൾ മനോഹരമാണെന്നിവിടെ ബൈബിൾ പറഞ്ഞു തരുന്നു. യെശയ്യാ 52:7 സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. നിന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. വേറൊരു കാര്യം ബൈബിൾ പറയുന്നത്, ഈ സത്വാർത്ത പീഡിതരെ അറിയിക്കണം. അവരെ അറിയിക്കാനുള്ളതാണ്. യെശയ്യാ 6:12 ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനെ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് എന്നെ അയച്ചത് എന്തിനാണ്? അവർക്ക് സമാശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ്. ശുശ്രൂഷകരുടെ വേലയെക്കുറിച്ചും നമ്മൾ അറിയണം. ശുശ്രൂഷകരുടെ വേലയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത്. നാം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബൈബിൾ പറയുകയാണ്, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് സിനഗോഗുകളിൽ പഠിപ്പിച്ചിരുന്നു. അവൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ജനക്കൂട്ടങ്ങളിൽ ഇടയില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവരെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അധികം വിളവ് ഉണ്ടെന്ന് യേശുവിന് മനസ്സിലായി, അറിയാം. പക്ഷേ വേലക്കാർ ചുരുക്കം. യേശു പറഞ്ഞു മത്തായി 9:38 തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവീൻ. ആ വാചകം നമ്മൾ വിട്ടുപോകരുത്. പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണത്. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവീൻ. യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളതനുസരിക്കണം. പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ഒരു കാര്യം അറിയണം. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു 11 പേർക്ക് അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു. മർക്കോസ് 16:15-16 അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നും വിചാരിക്കരുത്. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും. 1, അവർ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. 3, സർപ്പങ്ങളെ കയ്യിലെടുക്കും. 4, മാരകമായി എന്തു കുടിച്ചാലും അവർക്ക് ഉപദ്രവമൊന്നുമില്ല. 5, രോഗികളുടെ മേൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കും, അവർ സുഖം പ്രാപിക്കും. നമുക്ക് തന്നിരിക്കുന്ന അവകാശ അധികാരങ്ങളാണ്. കർത്താവ് തന്ന അധികാരമൊന്നും നമുക്കില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. കർത്താവ് തന്നതല്ലേ ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 1:12 വാക്യമാണ്. സുവിശേഷ വേലയിൽ പൗലോസിനുണ്ടായ പീഡകൾ എല്ലാം നാം കണ്ടു, കുറേയൊക്കെ നാം കണ്ടു. സുവിശേഷത്തെ കൃപയുടെ സുവിശേഷം എന്ന് വിളിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ ദൈവിക രഹസ്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള
മർമ്മങ്ങൾ ഒക്കെ നാം പഠിച്ചു. സുവിശേഷം സംബന്ധിച്ച പ്രവചനങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. ശുശ്രൂഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കണം. പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കി. ഇനി നമ്മൾ 163 അടുത്ത എപ്പിസോഡിൽ ഫിലിപ്പിയർ 1:13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം, ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.